ഹായ് വെൽക്കം ടു ദാസ് വീഡിയോ. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഗൂഗിളിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് ഹിഡൻ ടിപ്സ് ആൻഡ് ട്രിക്സുകളാണ്. നമ്മൾ സാധാരണ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ മാത്രമാണ് ഗൂഗിൾ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഗൂഗിളിൽ നമുക്ക് നിരവധി ടൂൾസുകൾ ഉപയോഗിക്കാം നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച്. ആ ടൂൾസുകളാണ് ഞാനിന്ന് പരിചയപ്പെടുത്തി തരുന്നത്. അതേപോലെ നമുക്ക് ഗെയിം കളിക്കാം ഗൂഗിളിൽ. ആ ഗെയിമാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഒരു ഗെയിം നമുക്ക് കളിക്കാം. നമ്മുടെ പഴയ നോക്കിയ ഫോണിലേക്കുള്ള സ്നേക്ക് ഗെയിം, അങ്ങനെ നിരവധി ഗെയിമുകൾ ഗൂഗിളിലുണ്ട്. ആ ഗെയിം നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് കളിക്കാം. അതേപോലെ ഗൂഗിളിൻ്റെ നിരവധി ടൂളുകൾ, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ബ്ലോഗ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായി ഈ വീഡിയോയുടെ തൊട്ട് താഴെയായി സബ്സ്ക്രൈബ് എന്ന ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഗൂഗിളിൽ ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്നത്, നമ്മളിവിടെ ഗൂഗിൾ ജസ്റ്റ് ചെയ്യുന്നു. ഞാനിവിടെ സ്നേക്ക് ഗെയിം എന്ന് ടൈപ്പ് ചെയ്യുന്നു. സ്നേക്ക് ഗെയിം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ട് താഴെയായിട്ട് കാണാം പ്ലേ സ്നേക്ക് എന്ന് കാണാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്നേക്ക് ഗെയിം ഓപ്പൺ ആയി വരും. ജസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫിംഗർ ടച്ച് ചെയ്താൽ മാത്രം മതി. ഈ ഗെയിം നമുക്കിവിടെ പ്ലേ ചെയ്യാം. അപ്പോൾ ഇത് പ്ലേ അഗെയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കളിക്കാം. അപ്പം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഗെയിമിലേക്ക് പോകാം. ആ ഗെയിം പോകുന്നതിനായിട്ട് ഞാനിവിടെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇവിടെ അടുത്തൊരു ഗെയിം ആണ് സെലക്ട് ചെയ്യുന്നത്. ടിക് ടാക് ടോയ് എന്ന ഈ ഗെയിം സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ഇൻറ്റു 0 എന്ന് കാണാം. ഞാനിവിടെ ഇൻറ്റു സെലക്ട് ചെയ്യുന്നു. ഇൻറ്റു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം സ്റ്റാർട്ട് ഗെയിം ഓർ സെലക്ട് പ്ലെയർ, ഞാനിവിടെ ഒരു സ്റ്റാർ ഇൻറ്റു ഇട്ടു. ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു ഇത് വന്നു. ഞാൻ വീണ്ടും ഇവിടെ ഒരു ഇൻറ്റു ഇട്ടു. ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നു. ഞാൻ ഇവിടെ ഒരു ഇത് കൊടുത്തു. ഓക്കെ, ഈ ഗെയിം ഡ്രോ ആയി. ഇതേപോലെ നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാം. ഈ ടിക് ടാക് ടോയ് എന്ന ഈ ഗെയിം കളിക്കാം. അതേപോലെ നിരവധി ഗെയിമുകൾ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ നിന്നും കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കൊരു ഗൂഗിളിൻ്റെ ടൂൾസ് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഒരു കളർ പിക്കർ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് കളർ പിക്കർ എന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ കളർ പിക്കർ എന്ന് കാണിക്കുന്നത്. നമ്മൾ ഈ കളർ പിക്കർ ഒന്ന് സെലക്ട് ചെയ്യുന്നു. കളർ പിക്കർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളർ പിക്കർ നമുക്കിവിടെ കാണാം. നമുക്കിവിടെ ഈ സ്ലൈഡ് ബാർ ഇവിടെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി കളറുകൾ ഇവിടെ വരും. നമുക്ക് ആ കളറിൻ്റെ RGB, അതിൻ്റെ നിരവധി ഫീച്ചറുകൾ, അതിൻ്റെ എത്രയൊക്കെയാണ് ഓരോ കളറിൻ്റെ സീക്വൻസ്, നമുക്കൊരു എഡിറ്റിംഗ് അല്ലെങ്കിൽ ഒരു കളർ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരികയാണെങ്കിൽ നമുക്ക് ഈ കളർ പിക്കർ യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് ഇവിടെ ഈ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളർ ഇവിടെ നമുക്ക് മാറുന്നതായിട്ടും കാണാം. അടുത്തതായി ബബിൾ ലെവൽ എന്നുള്ളതാണ്. നമ്മളിവിടെ ബബിൾ ലെവൽ ആണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ലെവൽ അനുസരിച്ച് നമ്മൾ ഫോൺ മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഈ ബബിൾസിൻ്റെ ലെവൽ മാറിപ്പോകും. അപ്പോൾ നമ്മുടെ ഒരു സ്പിരിറ്റ് ലെവലിന് പകരമായിട്ട് നമുക്ക് ഈ ബബിൾ ലെവൽ എന്ന ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു ഓപ്ഷനാണ് ഗൂഗിളിൻ്റെ ട്രാൻസ്ലേറ്റർ എന്നൊരു ഓപ്ഷൻ. എല്ലാവരും ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ നമുക്കൊരു വെബ്സൈറ്റ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഞാനിപ്പോൾ വിക്കിപീഡിയ ഓപ്പൺ ചെയ്തു. വിക്കിപീഡിയ നമ്മളിവിടെ ഞാൻ ഓപ്പൺ ചെയ്തു. വിക്കിപീഡിയ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് വിക്കിപീഡിയയുടെ ഡീറ്റെയിലുകൾ കാണാം. ഈ വിക്കിപീഡിയയുടെ ഡീറ്റെയിലുകൾ അത് ഇതിൽ ഇംഗ്ലീഷാണ്. നമ്മളിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ഈ ടുഡേ ഫീച്ചേർഡ് ആർട്ടിക്കിൾ എന്ന് കാണിച്ചു. അപ്പോൾ ഈ ആർട്ടിക്കിൾ നമുക്കിത് മലയാളത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജിലേക്ക് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ ഈ 3 ഡോട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ട്രാൻസ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ട്രാൻസ്ലേറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ആ ട്രാൻസ്ലേറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇവിടെ മലയാളം വന്നു. ഇംഗ്ലീഷ് ആൻഡ് മലയാളം വന്നു. ഈ മലയാളം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവനായി തന്നെ മലയാളത്തിലേക്ക് മാറും. നമുക്ക് ഇവിടെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഈ കാണുന്ന ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം എന്ന് കാണുന്നതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോർ ലാംഗ്വേജ് എന്ന് കാണാം. നമുക്കിവിടെ ഏത് ഇഷ്ടമുള്ള ലാംഗ്വേജ് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ട്രാൻസ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഞാനത് ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷിലേക്ക് തന്നെ പോകും. നമുക്ക് നിരവധി ലാംഗ്വേജുകൾ ഇവിടെ സെലക്ട് ചെയ്ത് ഈ ഗൂഗിളിൻ്റെ ഈ ഫീച്ചറിൽ നമുക്ക് ഉപയോഗിക്കാം. അടുത്ത ഒരു ഓപ്ഷനാണ് ഗൂഗിൾ മാപ്പിലുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ എവിടെയെങ്കിലും വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൊക്കേഷൻ
ഞാൻ ഈ ബ്ലൂ ടിക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം സേവ് യുവർ പാർക്കിംഗ്. നിങ്ങൾ എവിടെയെങ്കിലും വാഹനം പാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ സേവ് യുവർ പാർക്കിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സേവ് യുവർ പാർക്കിംഗ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർക്കിംഗ് ലൊക്കേഷൻ അതിൻ്റെ ഡീറ്റെയിൽ കാണാം. നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. എന്താണ് അതിൻ്റെ നോട്ട് എന്നുള്ളത് ഞാനിപ്പോൾ ഗ്രീൻ സോൺ എന്ന് എൻ്റർ ചെയ്യുന്നു. നമ്മുടെ പാർക്കിംഗ് ലൊക്കേഷൻ്റെ പേര് ഞാൻ എൻ്റർ ചെയ്യുന്നു. ആഡിങ് ഫോട്ടോസ് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷനാണ് ഞാനിവിടെ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഇമേജിൽ നിന്നും ഇതിൻ്റെ നമുക്ക് ആ ഫോട്ടോയിലുള്ള വേർഡിങ് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്ത് മറ്റൊരാൾക്ക് അയക്കാം അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിനായി നമ്മൾ ഈ ഫോട്ടോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ ഫോട്ടോസിൽ മാത്രമേ ഈ ഫീച്ചർ ഉള്ളൂ. ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഷെയർ ബട്ടൺ കാണാം. ഇവിടെ ഒരു എഡിറ്റ് ബട്ടൺ കാണാം. തൊട്ട് ഇവിടെ ആയിട്ട് ഒരു ലെൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ലെൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇതിപ്പോൾ ഫുൾ ആയിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഈ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ചൂസ് ചെയ്ത് ഇവിടെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തു ഇവിടം വരെ സെലക്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ കോപ്പി ടെക്സ്റ്റ് എന്ന് കാണാം. നമ്മളിത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും വാട്സാപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നോട്ട്സിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാം. അതേപോലെ ഇവിടെ ട്രാൻസ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ട്രാൻസ്ലേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റക്റ്റിംഗ് ലാംഗ്വേജ് മലയാളമാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് കാണാം. നമുക്ക് ഇംഗ്ലീഷ് ഇവിടെ തിരിച്ച് അത് ഇംഗ്ലീഷ് ആണെങ്കിൽ നേരെ തിരിച്ചത് മലയാളത്തിൽ കാണിക്കും. നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ ചൂസ് ചെയ്യുക ആ ലാംഗ്വേജിലേക്ക് അത് മാറുന്നതായിരിക്കും. ഇതാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിച്ച് നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഫയലിൽ നിന്നും ഒരു ഫോട്ടോയിൽ നിന്നും ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്ത് എടുക്കുവാനായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഈ ഫീച്ചറുകൾ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വരുന്ന ബെൽ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എന്താണ് മനസ്സിലായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. കാരണം നിങ്ങൾ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്തിയാൽ മാത്രമേ എന്തുകൊണ്ടാണ് അത് മോശം എന്നറിയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്തുന്നതിന് ഒപ്പം തന്നെ നിങ്ങൾ അതിൽ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതേപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.